ഹലോ, എന്തൊക്കെയുണ്ട്? എന്തു പറയണം എല്ലാവരും? ഞാൻ ഈ പറയണതേ പ്രവാസി സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഒരുപാട് വീഡിയോയിലായാലും ഒരുപാട് കാണുന്നുണ്ട്. പ്രവാസികൾ പ്രവാസം അവസാനിപ്പിച്ചിട്ട് നാട്ടിലെത്തുമ്പോൾ അവരുടെ നാട്ടിലത്തെ അക്കൗണ്ടും സീറോയാണ്, അവരുടെ കയ്യിലും പൈസയൊന്നുമില്ല, അവരും സീറോയാണ്. കാരണം അങ്ങനെ വരാതിരിക്കാൻ, കാരണം ഇവരെന്താ ചെയ്യണത്? ഇവർ മാസം കിട്ടുന്ന പൈസ മൊത്തം നാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ് എല്ലാം. നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് ആദ്യം ഒരു പ്ലാനിങ് ഉണ്ടാവണം. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ നാട്ടിലെ ചിലവിനുള്ളത് മാത്രം അയച്ചു കൊടുക്കുക. ബാക്കി നമുക്ക് 2 അക്കൗണ്ട് എടുക്കുക. ഫസ്റ്റത്തെ അക്കൗണ്ടിൽ നമ്മൾ സേവിങ്സ് വരുന്നത് നമ്മൾ ആ ഫസ്റ്റത്തെ അക്കൗണ്ടിൽ വയ്ക്കുക. പിന്നെ രണ്ടാമത്തെ അക്കൗണ്ടിൽ നമ്മളൊരു എമർജൻസി ഫണ്ട് ആയിട്ട് നമ്മൾ വയ്ക്കുക. അത് നമുക്ക് എമർജൻസി എന്തോ ആവാം. നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസാവാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല, അതിനുവേണ്ടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോയി നമ്മൾ എന്ത് ചെയ്യും? മിനിമം നമ്മളൊരു 3 മാസം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഫണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ എമർജൻസി ആയിട്ട് വേണം. അപ്പം നമുക്ക് അടുത്ത ജോലി കിട്ടുന്നവരെ നമുക്കത് റോൾ ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിലാണ് നമ്മൾ സ്റ്റക്കായി പോണത്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആരുടെ മുമ്പിലും കൈ നീട്ടി നിൽക്കേണ്ടി വരില്ല. കാരണം ഞാൻ ആരെയും കുറ്റമായിട്ട് പറഞ്ഞല്ല. കാരണം ഇത്രയും വർഷം ഇവിടെ കിടന്ന് 15ഉം 20ഉം വർഷം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് പിന്നെയും നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത്. നാട്ടിലുള്ളവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ ഇവിടുന്ന് പൈസ അയക്കും. അപ്പോൾ അവരെന്താ വിചാരിക്കുക? നമ്മളോട് സേവ് ചെയ്തിട്ടാണ് ഇത് ചിലവിനാണ് അയക്കണത്. അപ്പോൾ അവരിത് അങ്ങോട്ട് ഇങ്ങോട്ടും വെച്ച് അത് ചിലവായി പോവും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത്രയും നാൾ 15ഉം 20 വർഷം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആകെ എന്താ പറയുക, വീണ്ടും സീറോയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അതുകൊണ്ടാണ് ഇത് പറയുന്നത്.